ഇനി 25% ടാക്സ് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കമ്പനികളെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. 6 months ഡൗൺ സൈഡ് വന്നിട്ട് 6% അപ്പ് സൈഡ് ചെയ്തപോലെ അല്ലേ? ചില്ലറ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷം എടുത്തു കഴിഞ്ഞാൽ 6% അപ്പ് സൈഡുള്ള വേറെ മന്തില്ല. ആ ഒരു സിംഗിലോ നമ്മൾ കണ്ട താഴത്ത് കണ്ട 21,800 അടുത്ത് കണ്ട 21,900 21,800 റേഞ്ച് ബോട്ടമാണോ? ഞാൻ പ്ലാൻ ചെയ്യുന്നത് April 2 ഒരു കറക്ഷൻ വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു അൺസേർട്ടിനിറ്റിയാണ് അല്ലേ? ബുള്ളിഷായ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ April 2 ട്രംപ് ഒരു പണി വെച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് ശരിക്കും ട്രംപിൻ്റെ പണിയാണോ മാർക്കറ്റ് ആ ഒരു ബുള്ളിഷ്നെസ് കറക്റ്റായിട്ട് തരാത്ത? ഈ അവിടെ കിടന്നങ്ങോട്ട് മാർക്കറ്റ് എഴുകയാണ്, താഴത്തോട്ടാണോ മുകളിലോട്ടാണോ എന്നുള്ളൊരു അൺസേർട്ടിനിറ്റി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇപ്പം അല്ലേ? ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് ഒന്ന്, ട്രംപ് April 2 എന്താണ് നമുക്ക് പണി വെച്ചിരിക്കുന്നത്. രണ്ടാമത് FAS തിരിച്ചു വന്നു, പക്ഷേ ശരിക്കും അവർ കറക്റ്റായിട്ട് തിരിച്ചു വന്നോ എന്നൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സുനിൽ എന്ത് തോന്നുന്നു, ട്രംപ് ശരിക്കും പണി തരുമോ 2 തീർച്ചയായിട്ടും 2 ട്രംപിൻ്റെ നടപടികൾ എല്ലാ രാജ്യത്തിനും ഓൾ ഗ്ലോബൽ എക്കണോമിക്ക് പണിയാണ് എന്നുള്ളതാണ്. ഈ ട്രംപ് ഒരു രക്ഷയില്ല പല രാജ്യങ്ങളോടും ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ജപ്പാനോടാണെങ്കിലും ഇന്ത്യയോടാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സൊക്കെ ഒരു റഡാറിൽ നിൽക്കുകയാണ്. കാരണം ടാറ്റയുടെ ജഗ്വാറൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് US ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു 25% താരിഫ് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പിന്നെ മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം വില കൂടും. അവിടെ വിൽക്കാൻ പോകുന്ന സാധനങ്ങളെ വില കൂട്ടിയേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഗവൺമെൻറ് ടാക്സ് കൊടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് എവിടേക്കാണ് നമ്മുടെ കമ്പനികൾക്ക് അതൊക്കെ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൻ്റെ അത് രസകരമായിട്ടുള്ള കാര്യം ജപ്പാൻ ചെയ്ത കാര്യം, അതായത് April 2 ട്രംപ് നമുക്ക് പണി തരുന്ന കാര്യം പറഞ്ഞു, ട്രംപിനിട്ടൊരു പണി കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം. ട്രംപ് ജപ്പാനിൽ നിന്ന് നല്ലൊരു പണി വാങ്ങി എന്നുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ രാജ്യങ്ങളും ഈ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ ട്രംപിന്റെ പത്തി കുറച്ച് താഴും. അതെ, അത് ഇതിൻ്റെ അകത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ US ട്രഷറി ബില്ല് ബോണ്ട് കടപ്പത്രങ്ങൾ ഇറക്കാറുണ്ട് ഗവൺമെന്റ്. അതായത് ജപ്പാന് അമേരിക്ക താരിഫ് കൂട്ടി എന്നുള്ളതാണ് അല്ലേ? ജപ്പാൻ നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ കാറുകൾ US ഇറക്കുന്നുണ്ട്. അപ്പോൾ ടെസ്ലയ്ക്ക് ഡയറക്റ്റ്ലി കോമ്പറ്റീഷൻ കൊടുക്കുന്ന BYDയുടെ കൂടെ തന്നെ പല കമ്പനികളും ജപ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജപ്പാൻ ഇലക്ട്രിക്കൽ കാറുകൾക്കും ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസും, ജപ്പാൻ ഭയങ്കര ഹൈ ക്വാളിറ്റി ഇലക്ട്രോണിക്സ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ജപ്പാൻ പ്രോഡക്ട്സിന് 25% താരിഫ് അമേരിക്കയിൽ ഏർപ്പെടുത്തുകയും ജപ്പാൻ ഒന്നും ചെയ്തില്ല. ജപ്പാൻ എന്ത് ചെയ്തു? അതെ, ജപ്പാൻ നേരെ ചെന്നിട്ട് കടപ്പത്രങ്ങൾ പിൻവലിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ മാസം മാത്രം $49 ബില്യൺ കടപ്പത്രം തിരിച്ച് മേടിക്കുക. അത് പൈസ കടം കൊടുത്ത് തിരിച്ച് തരാനായിട്ട് പറയാണ്. ഈ മാസം ഏകദേശം 14 ബില്യൻ്റെ കടപ്പത്രം തിരിച്ചു വാങ്ങാനായിട്ട് US മൊത്തത്തിൽ ഇറക്കിയിരിക്കുന്ന US ഗവൺമെൻറ് മൊത്തം മേടിച്ചിരിക്കുന്ന കടത്തിൻ്റെ 17% കടം ജപ്പാൻകാരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൈസ തിരിച്ചു വേണം എന്ന് ജപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ അമേരിക്ക. അപ്പോൾ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് എല്ലാവരും ചെന്നിട്ട് ഡെപ്പോസിറ്റ് തിരിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ബാങ്ക് പൊട്ടിപ്പോവും എന്ന് പറയുന്നൊരവസ്ഥ അമേരിക്കയ്ക്ക് വന്നു. ട്രംപ് എങ്കിൽ ഞാൻ 15% ആക്കട്ടെ താരിഫ് എന്ന് ചോദിച്ചു. ഇനി അത് 5 ആക്കും, ഇനി അത് 0 ആക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജപ്പാൻ്റെ കേസിൽ മറ്റു രാജ്യങ്ങൾ അതില്ല. ഇങ്ങനൊരു പണി ഇനി അത് ജപ്പാന് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ജപ്പാൻ നല്ല രീതിയിൽ പണി അമേരിക്കയ്ക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. എല്ലാ രാജ്യങ്ങളും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ നമുക്കൊന്നും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല അവസ്ഥയാണ്. അല്ല, നമുക്കിങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഗൂഗിളിന് വേണ്ടി 6% പരസ്യ ടാക്സ് നമ്മൾ കുറച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇനി 25% ടാക്സ് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ മഹീന്ദ്ര ഈ കമ്പനികളെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാർമ കമ്പനികൾക്ക് 25% വില കൂടിക്കഴിഞ്ഞാൽ അമേരിക്കയിലോട്ടാണ് നമ്മുടെ ഫാർമ കമ്പനികളുടെ ഒരു അധിക ഭാഗവും 31% കയറ്റുമതി നമ്മൾ അങ്ങോട്ടാണ് എക്സ്പോർട്ട് നമ്മൾ ചെയ്യുന്നത്. കൊറോണ സമയത്ത് നമുക്ക് അറിയാൻ പറ്റിയതുമാണ് അല്ലേ? അതെ, കൊറോണ സമയത്ത് ആ ഒരു ബുള്ളിഷ്നെസിൻ്റെ റീസണും തന്നെ. അപ്പോൾ അമേരിക്കയിൽ അത്രയും മരുന്ന് നമ്മൾ കയറ്റി അയക്കുമ്പോൾ അമേരിക്കയിൽ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് അവിടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല, വില കൂട്ടി വിൽക്കണ്ടേ. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സുകൾക്ക് അതിനേക്കാൾ വിലക്കുറവുള്ളതുകൊണ്ട് അത് പ്രിഫർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല ടെക്സ്റ്റൈൽ മേഖലയിലും ഇത് തന്നെയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം കോട്ടൺ അല്ലേ? കോട്ടൺ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ആരാണ് സാബു കിറ്റക്സ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം അമേരിക്കയാണ്. അപ്പോൾ കിറ്റക്സിൻ്റെ പ്രൊഡക്ട്സിനൊക്കെ ടാക്സ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ആൾട്ടർനേറ്റീവ്സ് വരും. അപ്പോൾ കിറ്റക്സിനെയൊക്കെ ഡയറക്റ്റ്ലി ഒരു പക്ഷേ
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് താരിഫ് കൂട്ടി വെച്ച് കൊടുക്കുമെന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും അത് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ, അതുപോലെ തന്നെ ജ്വല്ലറി ആൻഡ് ഡയമണ്ട്, ഇന്ത്യയുള്ള ജ്വല്ലറിയും ഡയമണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അത് ജ്വല്ലറി സെക്ടറിന് ഒരു നെഗറ്റീവാണ്. പിന്നീട് സ്റ്റീൽ ആൻഡ് അലൂമിനിയം, ഇപ്പോൾ ബുള്ളിഷ്നെസ് കാണിക്കുന്ന ഒരു സെക്ടറുകളിൽ ഒന്ന് സ്റ്റീലാണ്. സ്റ്റീൽ സെക്ടറിന് ഏകദേശം 25% എക്സ്ട്രാ താരിഫും അലൂമിനിയത്തിന് ഏകദേശം 10% എക്സ്ട്രാ താരിഫുമാണ് US കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, വേദാന്ത കമ്പനികളൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഇപ്പോൾ ജ്വല്ലറികളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈറ്റാൻ, കല്യാൺ, PC ജ്വല്ലറി, ആ കമ്പനികളൊക്കെ നമുക്ക് എല്ലാ കമ്പനികളും ഉണ്ടല്ലോ. ഉറപ്പായിട്ടും നമ്മൾ ടെക്സ്റ്റൈലിലോട്ട് നോക്കുകയാണെങ്കിൽ അരവിന്ദ്, റൈമണ്ട്, ട്രെൻഡ്, പേജ് ഇൻഡസ്ട്രീസിനൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ് നോക്കുകയാണെങ്കിൽ സൺ ഫാർമ, ഡോക്ടേഴ്സ് റെഡ്ഡി, സിപ്ല, ലുപ്പിൻ, ബയോകോൺ, ഈ കമ്പനികളൊക്കെ ചെയ്യും. നമ്മൾ ഓട്ടോമൊബൈലിൽ ടാറ്റ മോട്ടോഴ്സ് ആൻഡ് മഹീന്ദ്ര, ഈ കമ്പനികളൊക്കെ ആയിരിക്കും ഡയറക്റ്റ്ലി ഇതൊരു ഇമ്പാക്ട് ചെയ്യുന്നത്. ആ ഒരു ബെയറിഷ്നെസ് തന്നെയായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? മാർക്കറ്റ് നേരത്തെ പ്രതികരിക്കുമല്ലോ താരിഫ് വരുന്നതിന് മുമ്പ്. അല്ല, മാർക്കറ്റിൽ വലിയ പ്രതികരണം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. വിചാരിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒന്നും പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി നല്ല രീതിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗൂഗിൾ ടാക്സ് 6% കുറച്ച് കൊടുത്തത്. നല്ല രീതിയിലുള്ള മാത്രമല്ല ടെസ്ലയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വരാനുള്ളൊരു അത് വളരെ ക്വിക്കായി. അത് മാത്രമല്ല നമ്മളിങ്ങനെ പറഞ്ഞു താരിഫ് കൂട്ടുകയാണെങ്കിൽ ടെസ്ലനെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് മോദി പറഞ്ഞ തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലേ? ട്രംപ് നേരിട്ടിറങ്ങിയാണ് ടെസ്ലയ്ക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണ് വീഡിയോസ്. അപ്പോൾ അവിടുത്തെ കമ്പനികൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു ബിസിനസ് മാനായിട്ട് മാറി. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് US-ഉം യൂറോപ്പും തമ്മിലുള്ള ഇരിപ്പ് വശം തെറ്റി. അത് റഷ്യ ഉക്രൈൻ വാറിൻ്റെ പിൻബലത്തിലാണ്. യൂറോപ്പ് ഉക്രൈനെ നല്ല രീതിയിൽ വീണ്ടും സഹായിക്കുകയാണ്, പക്ഷേ US അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളായി എന്നുള്ളതാണ്. യൂറോപ്പ് ഉക്രൈൻ്റെ കൂടെ ശക്തമായിട്ട് നിൽക്കുകയും റഷ്യ ഉക്രൈൻ വാറിൽ അമേരിക്ക പിന്മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം തന്നെ തെറ്റിപ്പോയി. ഇത് പല ലോകകർമ്മങ്ങളെയും തെറ്റിക്കും. നമുക്കറിയാം ഓൾറെഡി ചൈന അമേരിക്ക ഒരു കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് യൂറോപ്പും അമേരിക്കയും തെറ്റിക്കഴിഞ്ഞാൽ അത് എല്ലാ രീതിയിലും നമ്മുടെ ഗ്ലോബൽ എക്കണോമീനെ എഫക്റ്റ് ചെയ്യും. ഈ പറയുന്ന ട്രംപ് താരിഫ് വാറാണ് ഗ്ലോബൽ എക്കണോമി നേരിടുന്നത്. അമേരിക്കയ്ക്കും ജപ്പാനിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ പല പണികൾ പല സ്ഥലത്തു നിന്നും ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടു ഈ താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് നല്ലതല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ എന്താ സംഭവിച്ചത്? അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഓൾറെഡി അവിടെ നല്ല വാല്യുവേഷൻ ആയിരുന്നു. ട്രംപ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുത്തെ പല കമ്പനികളും നല്ല രീതിയിൽ റാലി നടത്തിയിരുന്നു. പക്ഷെ അതിനുള്ള ഇമ്പാക്റ്റ് നല്ലതിനേക്കാൾ കൂടുതൽ ചീത്തയാണ് മേടിച്ച് വെക്കുന്നത് എന്നുകൊണ്ടാണ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രംപ് ഇത് എങ്ങോട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ട്രംപിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതികളുണ്ടാവും അല്ലേ? അല്ലാതെ എനിക്കറിയില്ല. അല്ല, പുള്ളി എന്തുകൊണ്ടാണ് എല്ലാ രാജ്യത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള താരിഫുകൾ കൊടുക്കുന്നത്? അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയാണ്. നിങ്ങൾ 100 രൂപയ്ക്ക് ഇവിടെ 100 കിലോ സാധനം ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് 100 കിലോ സാധനം മേടിച്ചുകൊണ്ട് പോകണം. അതായത് 1 ലക്ഷം രൂപയുടെ സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചിട്ട് പോകണം. ഇല്ലേ ഈ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള കൺട്രീസുമായിട്ടാണ് ഈ താരിഫിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താണ്? അമേരിക്കയിൽ നമുക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റും? നമുക്ക് ആകെ ഡിഫൻസ് സാധനങ്ങൾ കുറേയും അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ പറ്റും. അവിടെ ഉള്ളതല്ലേ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. അമേരിക്കയിൽ പ്രത്യേകിച്ച് ഒന്നും ഓൾമോസ്റ്റ് എല്ലാ അല്ലല്ല, അമേരിക്കയിൽ ഉള്ള സാധനം ഇപ്പോൾ ഈ ചോളം അങ്ങനെയുള്ള കൃഷി കുറച്ചുണ്ട് അത്യാവശ്യം. പിന്നെ ഡിഫൻസ്, അത് തന്നെയാണ് ട്രംപിന് ആവശ്യം. ഞങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് പൊക്കോ. വെറുതെ ക്രൂഡ് ഓയിൽ മേടിക്കി, ക്രൂഡ് ഓയിൽ നിങ്ങൾ എല്ലായിടത്തും മേടിക്കണ്ടല്ലോ, ഞങ്ങളുടെ അടുത്ത് മേടിക്കുക. അതൊന്ന് പറഞ്ഞതാണ് പുള്ളി. അപ്പോൾ ഇന്ത്യനെ പുള്ളി വിശേഷിപ്പിച്ചത് താരിഫ് കിങ് എന്നാണ്. അതായത് ഇന്ത്യയാണ് എല്ലാവർക്കും താരിഫ് വയ്ക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ്, നമുക്ക് വേറെ നിവൃത്തിയില്ല. ഇന്ത്യൻ ഗവൺമെൻറ് അത് തന്നെയാണ് നോക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നത് അവിടെ നിന്ന് ഈ പറയുന്ന പ്രതിരോധ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്ത് ഈ ഡെഫിസിറ്റ് കുറയ്ക്കാം എന്ന് നമ്മൾ പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കമ്പനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലോട്ട്, നിഫ്റ്റിയിലെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സിംഗ്ലോ നമ്മൾ കണ്ട താഴത്ത് കണ്ട 21,800 അടുത്ത് കണ്ട 21,900, 21,800 റേഞ്ച് ബോട്ടമാണോ? ഇതാണ് എന്ത് തോന്നുന്നു ആക്ച്വലി.
പറയുന്നത് ഇത് എല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ പല പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും വ്യൂ എന്താണ്, അത് ബോട്ടായിട്ട് തോന്നുന്നുണ്ടോ കറൻറ്റ്ലി? അല്ല, അതൊരു ബോട്ടം തന്നെയാണെന്നാണ് എൻ്റെ ഒരു ടെക്നിക്കലി വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ബോട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അത് എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല മാർക്കറ്റ് ഇടിഞ്ഞിട്ടും എൻ്റെ പോർട്ട്ഫോളിയോ കഴിഞ്ഞ ദിവസം പ്രോഫിറ്റിലാണ് എനിക്ക് അവസാനിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ നിഫ്റ്റി നമ്മൾ നോക്കണ്ട, പക്ഷെ പല സ്റ്റോക്കുകളും റിക്കവറി തുടങ്ങി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് എനിക്കുള്ളത്. ഇതിന് മാർക്കറ്റിൽ ഇതുവരെയും തെറ്റ് വരാത്ത ഒരു ടെക്നിക്കുണ്ട്. അതായത് കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ ടെക്നിക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ടെക്നിക്ക് ഇതുവരെയും തെറ്റിപ്പോയിട്ടില്ല. ഒരു ട്രെൻഡ് പോലും കിട്ടാതിരുന്നിട്ടില്ല ഈ ഒരു ടെക്നിക്കിൽ. ഈ ടെക്നിക്ക് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച ടെക്നിക്കാണ്. നമ്മൾ വില്യം ഒനൈലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ ക്യാൻസലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില്യം ഒനൈലിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ബോട്ടം ആയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ടെക്നിക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ നിഫ്റ്റിയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാൻസലിംഗ് മെത്തേഡിൽ ഫോളോ ത്രൂ ഡേ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് മാർക്കറ്റ് ബോട്ടമായിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് 4 ദിവസം 3-4 ദിവസത്തിന് ശേഷം ഒരു 1.5% മൂവ്മെൻറ്റ് വന്ന ഒരു ദിവസം, ആ ദിവസം ആവറേജ് വോളിയത്തിനേക്കാൾ ഇരട്ടി വോളിയം അല്ലെങ്കിൽ കൂടുതൽ വോളിയം ഉള്ള ദിവസം കൂടി ആയിരിക്കണം. അതായത് ബോട്ടമായിട്ട് മാർക്കറ്റ് ഗ്രാജുവലി ചെറുതായിട്ട് തിരിച്ചു വരികയാണ്. 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം, അത് 15 ദിവസത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 മുതൽ 4 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന മൂവ്മെൻറ്റിൽ ഒരു ദിവസം 1.5% കൂടുതൽ അപ്സൈഡ് ഉള്ള ഒരു ക്യാൻഡിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പ്ലസ് ആ ക്യാൻഡിലിന് വോളിയം സ്പൈക്കുകൾ ഉണ്ടാകുകയും വേണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യം നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11ാമത്തെ 10ാമത്തെയൊക്കെ ക്യാൻഡിൽസ് ഈ പറയുന്ന 1.5%-നേക്കാൾ കൂടുതൽ വോളിയവും കൂടുന്നുണ്ട്. നമ്മൾ 13ാമത്തെ ക്യാൻഡിലോട്ടൊക്കെ വരുമ്പോൾ അവിടെ 1.5 വിത്ത് ഹയർ വോളിയം. നിഫ്റ്റി 1.5% റിക്കവറി എന്ന് പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഈ 1.5 എന്ന് വരുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആയിരുന്നു. മാത്രമല്ല ഇപ്പോൾ അടുപ്പിച്ച് 2 ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ഡേയ്സ് ഒരു റീട്രേസ്മെൻറ്റ് കാണിക്കുമ്പോൾ വോളിയം അപ്സൈഡ് പോയതിനേക്കാൾ കുറവാണ്. മാർക്കറ്റ് 200 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ക്ലിയർ ആണ്. ഏപ്രിൽ 2 വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ 200 ഡേ മൂവിങ് ആവറേജിന്റെ താഴത്തോട്ട് കൊണ്ടുപോയേനെ എന്നാണ് എനിക്ക്. ഏപ്രിൽ 1 മാർക്കറ്റ് ഉണ്ട്. ഏപ്രിൽ 1 മാർക്കറ്റ് കാരണം തിങ്കളാഴ്ചയാണ് നമുക്ക് ഇതിന്റെ അവധി വരുന്നത്, 2 അപ്പോൾ ഒരു ദിവസം ബാക്കിയുണ്ട്. ഒരു ദിവസം ബാക്കിയുണ്ട്. നമ്മൾ വില്യം ഒനൈലിന്റെ ക്യാൻസലിംഗ് മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ FTD അല്ലെ ഫോളോ ത്രൂ ഡേയ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സ്ട്രോങ് ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. മാത്രമല്ല നിഫ്റ്റി ഇപ്പോഴും 200 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് ട്രെൻഡാണ് എന്നുകൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സ്ട്രോങ് ട്രെൻഡ് എന്ന് വെച്ചാൽ ഭയങ്കര ബുള്ളിഷ് ആകും എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഗ്രാജുവലി തിരിച്ചു കയറുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ് ആണ്. ഇപ്പോൾ വന്ന ഈ റെഡ് ക്യാൻഡിൽസിൽ ഞാൻ പറഞ്ഞതുപോലെ വോളിയം കുറയുന്നുണ്ട്. ഇത് ആക്ച്വലി നല്ല സൂചനയാണ്. ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഡേ മാത്രമാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ വില്യം ഒനൈലിൻ്റെ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ലീഡിങ് സെക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം ലീഡിങ് സെക്ടേഴ്സ് ആയിരിക്കും ആദ്യം ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുക. നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. ബാങ്കുകളിൽ തന്നെ ICICI ബാങ്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. പല മെറ്റൽ സ്റ്റോക്സ് നല്ല രീതിയിൽ റിക്കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ബാങ്ക് പ്ലസ് ഫിനാൻസ് സ്റ്റോക്കുകളാണ് ലീഡ് ചെയ്യുന്നത്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ 2 ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ബാങ്കിലും ഫിനാൻസിലും കുറച്ചുകൂടി നല്ല റിസ്ക് റിവാർഡിൽ എൻട്രി കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു പെട്ടെന്നൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ട്രേഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ എൻട്രീസ് കിട്ടുകയും നല്ല റിസ്ക് റിവാർഡ് കിട്ടുകയും ചെയ്യും. നിങ്ങൾ സ്വിംഗ് ട്രേഡേഴ്സൊക്കെ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 സെക്ടറുകളിലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് വില്യം ഒനൈൽ പറയുന്നത്. സിമ്പിൾ മെത്തേഡാണ്. വില്യം ഒനൈലിൻ്റെ ക്യാൻസലിംഗ് മെത്തേഡ് പഠിച്ച് സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും പ്രോഫിറ്റബിൾ ആകും. വളരെ സിമ്പിളായിട്ട് പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കുന്നതാണ്. സിമ്പിൾ. ഇപ്പോൾ ക്യാൻസലിംഗിൻ്റെ ആ ബുക്ക് ഞാൻ വേണമെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ആ ബുക്ക് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ബുക്ക് ഒന്ന് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ മാർക്കറ്റ് ആ രീതിയിലാണ് കറൻ്റ്ലി നിൽക്കുന്നത്. പ്ലസ് നമുക്കിനി നോക്കാനുള്ളത് FIDI ഡേറ്റയാണ്.
നിങ്ങൾ വന്നോ ഗൈസ്? അങ്ങനെ അവസാനം ഒരു മാസം അവർക്കിടെ ഡാറ്റ പച്ചകത്തിയെന്നുള്ളതാണ്. എനിക്കവിടെ ഗ്രൂപ്പിൽ FIDA ഡാറ്റ ഇടൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു മെസ്സേജ് എപ്പോഴും ഞാൻ കാണാൻ. FIDA ഡാറ്റ അതായത്, പക്ഷേ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല കറൻ്റ്ലി. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ, അവർ ബൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ US ഫെഡറൽ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട്, ഡോളർ ഇൻഡെക്സ് താഴ്ത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട റീസണാണ്. എന്നാൽ ഇവിടെ ഞാൻ കാണുന്ന റിസ്ക് ജപ്പാൻ നേരത്തെ പറഞ്ഞ അതേ റിസ്ക്കാണ്. ജപ്പാൻ ഈ കടപ്പത്രം തിരിച്ചെടുക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്തുകൊണ്ട് മറ്റാളുകൾ അതിൻ്റെ അകത്തേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ വീണ്ടും US ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. മാത്രമല്ല US എക്കണോമീനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ജപ്പാന് ഏതെങ്കിലും തരത്തിലുള്ള റീപേയ്മെൻറ്റ് US കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ US ചരിത്രത്തിൽ ആദ്യമായിട്ട് റീപേയ്മെൻറ്റ് മുടങ്ങുകയും US എക്കണോമിയോടും US ഡോളറിനോടുമുള്ള വേൾഡിൻ്റെ ഒപ്പീനിയൻ തന്നെ മാറുകയും ഡോളർ കോൺസെൻട്രേറ്റഡ് ആയ വേൾഡിൽ നിന്ന് ഗോൾഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പഴയ വേൾഡിലോട്ട് നമ്മൾ തിരിച്ച് നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗോൾഡിന് ഗ്രാജുവലി മാർക്കറ്റിൽ വില കൂടുന്നത്. എല്ലാ തവണയും മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ഗോൾഡിൻ്റെ വാല്യൂ ഇടിയാറുണ്ട്. പക്ഷേ ഈ തവണ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് കയറിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗോൾഡിൻ്റെ റേറ്റും കൂടിയിട്ടുണ്ട്. നമ്മുടെ തന്നെ കഴിഞ്ഞ പോഡ്കാസ്റ്റുകൾ ആരൊക്കെയോ ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താരിഫ് വാറിൻ്റെ അകത്ത് ഒരു അസമാധാനം എല്ലായിടത്തും നിഴലിക്കുന്നത് കൊണ്ടാണ് ഗോൾഡിൻ്റെ വില ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. രണ്ടാമത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇന്ത്യൻ റുപ്പിയുടെ റേറ്റ് പിടിച്ചു നിന്നു. അപ്പോൾ ടോപ്പിൽ നിന്ന് ഏകദേശം 2% കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വളരെ പോസിറ്റീവാണ്. ഇങ്ങനെ 2 റീസൺസ് കൊണ്ടാണ് ഇന്ത്യയിലോട്ട് FIS തിരിച്ചു വരുന്നത്. കൊട്ടിഘോഷിക്കപ്പെട്ട ചൈനീസ് മാർക്കറ്റിൽ നിന്ന് വലിയ റിട്ടേൺസോ വലിയ മൂവ്മെൻറ്റ്സോ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം മാത്രം നിഫ്റ്റി ഏകദേശം 6% വർധനവാണ് നടത്തിയിരിക്കുന്നത്. ചില്ലർ അപ്സൈഡൊന്നും അല്ല എന്നെല്ലാവരും തന്നെ മനസ്സിലാക്കുക. 6 months ഡൗൺ സൈഡ് വന്നിട്ട് 6% അപ്സൈഡ് ചെയ്തപോലെ അല്ലേ? ചില്ലറ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷം എടുത്തു പോയി കഴിഞ്ഞാൽ 6% അപ്സൈഡുള്ള വേറെ മന്തില്ല. ഇപ്പോൾ ബാങ്കിങ് സെക്ടറും ഫിനാൻസുമാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കി ഏതാണ്? ഇപ്പോൾ ഫാർമ സെക്ടർ IT ആയാലും ITയിലൊന്നും വലിയ ITയിലുള്ള കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട്. IT കഴിഞ്ഞ ബുൾ റാലിയിൽ IT നല്ല രീതിയിൽ തന്നെ പോയതാണ്. ഞാൻ അതിൻ്റെ ആ സെക്ടറിൽ ഇപ്പോഴും കുറേ ബുള്ളിഷ് റാലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചോളം നമ്മളെല്ലാവരും സർവീസ് കമ്പനികളാണ്. IT തന്നെ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ റാലി തന്നേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും IT കമ്പനികൾ വലിയ കുഴപ്പമില്ലാത്ത പിടിച്ച് നിൽക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ 2 സെക്ടേഴ്സ് ലീഡേഴ്സായിട്ട് നിൽക്കും. എപ്പോഴും ഒരു ബുൾ റാലിയിൽ ഒരു ലീഡർ ഉണ്ടാകുമല്ലോ, അത് ഒരു മിനിമം ഒരു 3 to 4 ക്വാർട്ടറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ എയർലി തന്നെ അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു 2-3 ക്വാർട്ടറിൽ ഇവർ തന്നെ റാലി നടത്തിയാൽ നല്ല റിട്ടേൺസ് കിട്ടും. നമുക്കറിയാം HDFC ഒക്കെ അനങ്ങിയിട്ട് കൂടിയില്ല, ഇപ്പോഴും 1800 അടുത്തെത്തിയിട്ടുള്ളൂ. നമ്മൾ എത്ര നാളായി? എനിക്ക് തോന്നുന്നു ബെയറിഷ് മാർക്കറ്റിൽ HDFC ബൈ ചെയ്ത് പ്രോഫിറ്റുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ HDFCയിലൊക്കെ HDFCയിലൊക്കെ ആവറേജ് ഗ്രോത്ത് റേറ്റ് 22% ഒക്കെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷം HDFC ഒന്നും തന്നിട്ടില്ല. ഇതൊക്കെ ചേർത്ത് ചിലപ്പോൾ തന്നേക്കാം. അല്ല, എനിക്കോട് ഫിനാൻസ് സെക്ടറിലൊക്കെ അതിൻ്റെ ഒരു ഹൈക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഫിനാൻസ് സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ എനിക്ക് മാർക്കറ്റിൽ ഓവറോളുള്ള ക്യാഷ് ഫ്ലോ ഓക്കെ ആയി കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിൽ അത് അടിപൊളിയായിട്ട് ചെയ്യും. പ്ലസ് നല്ല ബാങ്കുകൾ നോക്കി ചൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇപ്പോൾ ഇൻഡസിൻഡിലൊക്കെ വന്ന ഇഷ്യൂസ് പോലെയുള്ള ബാങ്കുകൾ നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കുക. നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസിൻ്റെ അതിനുശേഷം നല്ലൊരു റിസർച്ച് ഞാൻ അതിൻ്റെ അകത്ത് നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കൊഡാക് ബാങ്കിൻ്റെ അല്ല, കൊഡാക്കിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു PDF ഞാൻ കണ്ടിരുന്നു. അവർ എല്ലാ മാസങ്ങളിലൊക്കെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മൊത്തം നോക്കുമ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക് ഡാറ്റാസ് ഈസ് സൂപ്പർ ആണ് എന്നുള്ളതാണ് ഇന്ത്യൻ മൈക്രോ എക്കണോമിക്സ് ഡാറ്റ. ഗ്ലോബൽ ഡാറ്റയിൽ വന്നാൽ ഗ്ലോബലി ഉള്ള നെഗറ്റിവിറ്റി അല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിന് കറൻ്റ്ലി യാതൊരു നെഗറ്റിവിറ്റീസും ഇല്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ മിഡ് ആൻഡ് സ്മോളിൽ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയുള്ള പല സ്റ്റോക്കുകളും ഇപ്പോഴും ഹൈ വാല്യൂഷനിൽ തന്നെയാണ്. പൂർണ്ണമായിട്ടും മിഡിലും സ്മോളിലും ചില സ്റ്റോക്കുകളിലൊന്നും കറക്ഷൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ April 2 ഒരു നെഗറ്റിവിറ്റി വന്നാൽ
അത്ര വലിയ ഇപ്പം ഞാൻ പറഞ്ഞ ചില സ്പെസിഫിക് ഏരിയകളിൽ അതിനെ എഫക്റ്റ് ചെയ്താലും ഓവറോൾ നമ്മൾ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽ തന്നെ എനിക്കുള്ളൂ. ഏപ്രിൽ 2 അതിനേക്കാൾ അപ്പുറത്ത് ചാടിക്കിടന്നവനാണ് നമ്മുടെ നിഫ്റ്റി എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. അതിൻ്റെ ഇടയ്ക്ക് രസകരമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ NSE BSE തമ്മിൽ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഇന്നലെയും മിനിഞ്ഞാന്ന് തുടങ്ങിയ കഥയൊന്നുമല്ല. അതായത് അറിയാത്തവർക്ക് വേണ്ടി പറയണം. അതായത് നമ്മുടെ BSE സെൻസെക്സിന്റെ എക്സ്പയറി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എന്നുള്ളതാണ്. വെള്ളിയാഴ്ചയായിരുന്നു, അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അപ്പോൾ NSE നിഫ്റ്റിയുടെ എക്സ്പയറി എന്നാണ്? വ്യാഴാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ആദ്യം BSEയുടെ എക്സ്പയറി വരുന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുകയും വോളിയം എഫാൻ്റെ വോളിയം അവിടെ വെള്ളി, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലെ വോളിയം സെൻസെക്സിൽ വരും. അപ്പോൾ ഇത് കണ്ട് NSE എന്ത് ചെയ്തു, ആഹാ എനിക്കൊന്നും കിട്ടില്ലേ എന്ന് ഞാൻ എൻ്റെ എക്സ്പയറി എടുത്ത് തിങ്കളാഴ്ച വയ്ക്കും. അപ്പോൾ എനിക്ക് ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കിട്ടും. ഒരു ആർത്തി കാശിന്. അപ്പോൾ സെബി എന്താ പറഞ്ഞു, ഇവിടെ നിൽക്ക്, ചൊവ്വ അല്ലെങ്കിൽ വ്യാഴം ഈ 2 ദിവസത്തിലെ വേറെ ഒരു ദിവസം തീരുമാനിച്ചോളാം. അതെ, ചൊവ്വ ഓൾറെഡി BSE എടുത്തല്ലോ, ഇപ്പൊ NSE ആരായി? അല്ല, NSE കൊണ്ടുപോയി ചൊവ്വാഴ്ച വെച്ചാൽ വോളിയം കുറയും. അല്ല, അങ്ങനെയല്ല, ചൊവ്വ അല്ലെങ്കിൽ വ്യാഴം തീരുമാനിക്കണം എന്നുള്ളത്. ഞാൻ പറയുന്നത് ഈ കളി ഇവിടെ ഒന്നും തുടങ്ങിയൊന്നുമല്ല. എനിക്ക് ഓർമ്മയുണ്ട് 2018-19 അങ്ങോട്ട് സ്പൈക്ക് അടിക്കുകയാണ്, NSEയിൽ സ്പൈക്ക് അടിക്കുകയാണ്. NSEയിൽ സ്പൈക്ക് അടിക്കുമ്പോൾ BSE കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് ഇടുക. അപ്പോൾ ഇവർ ഡയറക്റ്റ്ലി ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. BSEനെ ഒതുക്കിക്കൊണ്ടാണ് NSE വളർന്നു വന്നത്. അതിന് ഗവൺമെൻറ് സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. ആദ്യം ടെക്നോളജി അഡോപ്റ്റ് ചെയ്തു. BSEയുടെ അടുത്ത് പലതും ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് ഇപ്പോൾ ഓപ്ഷൻസൊക്കെ ആദ്യം നിഫ്റ്റിക്ക് കൊടുത്തു, അല്ലെങ്കിൽ NSEക്ക് കൊടുത്തു എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് NSE ഇത്ര വലുത്. പിന്നെ ടെക്നോളജിക്കലി BSEയേക്കാൾ ഫാർ ബെറ്ററാണ് NSE. ഇന്ത്യയിൽ മാത്രമല്ല NSE വർക്ക് ചെയ്യുന്നത്. NSEയുടെ സപ്പോർട്ടോടു കൂടി പല രാജ്യങ്ങളിലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അതായത് NSE ആണ് ആ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ റൺ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. NSE എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. NSE ഒരു എക്സ്ചേഞ്ച് ആണെങ്കിലും ആക്ച്വലി ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനി പോലെയല്ലോ. എന്താ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതേ ടെക്നോളജി ഇവർ മറ്റ് രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് അതിൽ നിന്ന് രാജ്യങ്ങളുടെ പേര് 2 ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. 2-3 ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യയിൽ തന്നെ മറ്റേതൊക്കെയോ സാഫ് റീജിയനിലുള്ള ഏതൊക്കെയോ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ NSE ആണ് ടെക്നോളജി കൊടുക്കുന്നത്. അപ്പോൾ NSEക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. BSE അവിടെ എത്തിയിട്ടില്ല, പക്ഷേ ഗ്രാജുവലി അത് എത്തും എന്നുള്ളതാണ്. BSE ഓൾറെഡി ലിസ്റ്റഡ് ആണ്, NSE ലിസ്റ്റ് ചെയ്യാനായി പോകുന്നുള്ളൂ. അപ്പോൾ NSE ഒരു വലിയ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. NSE വീണ്ടും ഗ്രോത്തിൻ്റെ പാതയിലാണ്. BSE കറണ്ട് സിറ്റുവേഷൻസ് ഈസ് ഓക്കെ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ വീക്കിലി ഓപ്ഷൻസ് എല്ലാം തിരിച്ചു വരാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ഓൾറെഡി റാലി ചെയ്തില്ലേ സുനില? റാലി ചെയ്തു, കറക്റ്റും ചെയ്തു. നമ്മളന്ന് പറഞ്ഞ ശേഷം നല്ല രീതിയിൽ ഒരു 5,000 എക്സ്പെക്ട് ചെയ്തു. പക്ഷേ അതിനു മുമ്പ് ഇറങ്ങി ആ ഒരു ബെയറിഷ്നെസ് വരുന്നതിന് മുമ്പ് നമ്മൾ അതിനുശേഷം കറക്റ്റ് ചെയ്യുകയും ചെയ്തു. വേറൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം നടന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ട് സൈസ് ഇച്ചിരി കൂട്ടി. നിഫ്റ്റിയുടെ ലോട്ട് സൈസിന് മാറ്റമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ലോട്ട് സൈസ് 35 എന്തോ കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ എത്ര നാൾ കൊണ്ടുപോകും, ഇനി വീണ്ടും പഴയ പോലെ ആക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അവരുടെ പ്രഷർ ഉണ്ടാവും അല്ലേ സെബി. അപ്പോൾ കൺട്രോൾസ് കൂടും. സെബിയുടെ കയ്യിൽ മതി നിർത്തിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് സെബി പറയും. അല്ല, നല്ല ആളുകളാണെങ്കിൽ സെബിയിലുള്ളതെങ്കിൽ തീർച്ചയായും നമുക്ക് അങ്ങനെയുള്ളൊരു ഇതന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏപ്രിൽ 2 ചാടി കിടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഈദ് ആശംസകൾ അല്ലേ. തീർച്ചയായിട്ടും പെരുന്നാൾക്കെല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ അഡ്രസ് വേണമെങ്കിൽ താഴത്തെ അടുത്തുള്ള ആൾക്ക് വേണമെങ്കിൽ നമ്മളെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വിളിക്കാം. സുലാണി ഭയങ്കര ബിരിയാണി ലവറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.